കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന TV പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറയുന്ന രാജ്യത്ത് മെജ്ജുഗരി എന്ന സ്ഥലത്ത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ സ്വർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത്. മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ നടത്തിയ പ്രത്യക്ഷപ്പെടലുകളെല്ലാം അപേക്ഷിച്ച് വളരെ പ്രാധാന്യമുണ്ട്. കാരണം മെജ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടൽ ഈ ലോകത്ത് പരിശുദ്ധ അമ്മ നൽകുന്ന അവസാനത്തെ പ്രത്യക്ഷപ്പെടലായിരിക്കാം ഒരു പക്ഷേ എന്ന് ആത്മീയ പിതാക്കന്മാർ കണക്കിലാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ചില സന്ദേശങ്ങൾ അതിലേക്ക് വഴിതെളിച്ചിട്ടുമുണ്ട്. ഇത്രയും നാളും ഏതാണ്ട് 10-40 വർഷത്തോളം മെജ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ എല്ലാ ദിവസവും വന്ന് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിലുള്ള നിർണായകമായ സന്ദേശങ്ങൾ ഇത്രയും ദീർഘനാളുകളായി നൽകിയെങ്കിൽ അത് നിസ്സാരമായി കരുതാൻ സാധിക്കുകയില്ല. സ്വർഗത്തിൻ്റെ എന്തോ ഒരു വലിയ ഇടപെടൽ ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ 40 വർഷക്കാലത്തെ പ്രത്യക്ഷപ്പെടൽ. അതാർക്കും നിസ്സാരമായി കണക്കാക്കാൻ സാധ്യമല്ല. പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിൽ പറഞ്ഞ സന്ദേശം ഇപ്രകാരമാണ്: ദൈവം ഉണ്ട് എന്ന് ലോകത്തിന് മുൻപിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. 40 വർഷക്കാലമായിരിക്കും ഞാൻ മെജ്ജുഗൊരിയിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ കാണുന്നുണ്ട്. 40 വർഷക്കാലം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തെ ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി ഒരുക്കുവാൻ പരിശുദ്ധ അമ്മയെ മെജ്ജുഗൊരിയിലേക്ക് സ്വർഗം അയച്ചിരിക്കുകയാണ് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് പരിശുദ്ധ അമ്മയിലൂടെ മെജ്ജുഗൊരിയിൽ നമുക്ക് ലഭിക്കുക. 40 എന്ന് പറയുന്ന ഈ സംഖ്യ വിശുദ്ധ ലിഖിതത്തിൽ വലിയ പ്രാധാന്യമുള്ള സംഖ്യയാണ്. 40 എന്നുള്ളത് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അതൊരു തയ്യാറെടുപ്പിൻ്റെയും മുന്നറിയിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഒരു ന്യായവിധിയുടെയും ഒക്കെ പ്രതീകമാണ്. ബൈബിൾ പണ്ഡിതന്മാർ 40 ദിവസം 40 വർഷം എന്നുള്ള കാലഘട്ടങ്ങളൊക്കെ ഒരു തയ്യാറെടുപ്പിൻ്റെ, ഒരുക്കത്തിൻ്റെ, ന്യായവിധിയുടെ ഒക്കെ പ്രതീകമായി കണക്കാക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ 40 എന്ന സംഖ്യ വളരെ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഖ്യയാണ് എന്ന്
മനസ്സിലാക്കുവാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങുവാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 രാവും 40 പകലും അവിടെ ചിലവഴിച്ചു. ഇത് മോശ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലുമായി ദൈവം നടത്തിയ ഉടമ്പടിയുടെ ഫലമായി കൽപ്പലകകൾ, 10 കൽപ്പനകൾ ദൈവം ഇസ്രായേലിന് നൽകുവാൻ തയ്യാറായ സമയത്ത് ഇസ്രായേലിനെ നയിക്കുവാൻ, വാഗ്ദത്ത നാട്ടിലെത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ പ്രവാചകൻ, അവൻ 40 രാവും 40 രാത്രിയും മലമുകളിൽ കയറി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുലിഖിതം നമുക്ക് പറഞ്ഞു തരിക. ദൈവത്തിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിക്കാൻ പോകുന്ന സമയമാണ്. ദൈവം ഇസ്രായേൽക്കാരുമായി നടത്തിയ ഉടമ്പടിയുടെ ഫലമായാണ് ഈ 10 കൽപ്പനകൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇത് വലിയ ഒരു ദൈവിക ഇടപെടലിൻ്റെ സമയമാണ്. ഈ ദൈവാനുഭവം, ദൈവിക ഇടപെടൽ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി മോശ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണവും പാനീയവുമില്ലാതെ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 ദിവസവും 40 പകലും രാത്രിയും മോശ മലമുകളിൽ ദൈവത്തോടൊത്ത് ചിലവഴിച്ചുവെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, ഓരോ ദൈവിക ഇടപെടലിനും നാം എത്രമാത്രം ഒരുങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. മെജുഗരിയിൽ പരിശുദ്ധയമ്മ 40 വർഷക്കാലമായിരിക്കും ഞാനിവിടെ പ്രത്യക്ഷപ്പെടുക എന്ന് വ്യക്തമായ സന്ദേശം നൽകുമ്പോൾ, ഈ 40 വർഷക്കാലത്തപ്പുറത്ത് ഒരു ദൈവാനുഭവം, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്നും അതിനായി അമ്മ നമ്മളെ ഒരുക്കുകയാണെന്നുമുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്കുണ്ടാകണം. വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെയോർത്ത് പരിതപിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിനെയോർത്ത് ദൈവം പരിതപിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെ അതൊരുപാട് വേദനിപ്പിച്ചു. എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിനെയോർത്ത് ദൈവം പരിതപിച്ചത്? എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: മനുഷ്യൻ ദുഷ്ടത, മനുഷ്യൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ ദുഷ്ടത ദൈവിക ചിന്തകൾക്ക് വിപരീതമായി കഴിഞ്ഞപ്പോൾ, തന്നെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ലോകത്തിൻ്റെ സുഖങ്ങൾക്കും ലൗകിക കാര്യങ്ങൾക്കും പുറകെ മനുഷ്യൻ ഓടി നടന്നപ്പോൾ, ദൈവത്തെ മാറ്റി നിർത്തിയ ഒരു മനുഷ്യജീവിതം, മനുഷ്യൻ്റെ ദുഷ്ടപ്രവൃത്തികൾ ഈ ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചതിനെയോർത്ത് ദൈവം പരിതപിച്ചുവെന്ന് ഉൽപ്പത്തി 6:6 കാണുന്നു. വീണ്ടും വചനം കൂട്ടിച്ചേർക്കുന്നു: ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. എന്ത്? മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. അതിൻ്റെ ഫലമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ
4-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റും. ഹൃദയം വേദനിച്ച ഒരു ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി മനുഷ്യനെ ഏദൻ തോട്ടം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് പുരുഷനോടൊപ്പം ഒരു സ്ത്രീയെ കൂടി സൃഷ്ടിച്ച് മനുഷ്യനെല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ ദൈവം അവനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് വേദനിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, മെജുവറി സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയാ. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന്, ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും സാത്താൻ്റെ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ച് തിന്മയെ കീഴ്പ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ എന്നെ ദൈവം സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തുന്ന ദൈവം ഇന്ന് എന്നെ നോക്കി സന്തോഷിക്കുകയാണോ? അതോ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ഇന്ന് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു. അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഇന്ന് ഹൃദയം വേദനിക്കുന്ന സാഹചര്യമാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലത്ത് ഹൃദയം വേദനിച്ച ദൈവം, സുവിശേഷത്തിൽ തമ്പുരാൻ ഇത് തന്നെ കുറിയിട്ടിട്ടുണ്ട്. അവസാന നാളുകൾ നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ നോക്കി ഹൃദയം വേദനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നോഹയുടെ കാലത്ത് ഹൃദയം വേദനിച്ച ദൈവം, മനുഷ്യൻ്റെ ദുഷ്ടത മൂലം ഹൃദയം വേദനിച്ച ദൈവം, ഉൽപ്പത്തി 7-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുലിഖിതത്തിലൂടെ ഈ ലോകത്ത് 40 രാവും 40 പകലും മഴ പെയ്യിച്ച് പ്രളയമുണ്ടാക്കി ലോകത്തെ ശുദ്ധീകരിച്ച ദൈവം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലും 40 രാവും 40 പകലും പരിശുദ്ധ കന്യകാമറത്തെ അയച്ച് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, പരിശുദ്ധ അമ്മയുടെ മെജ്ജുകുരി സന്ദേശങ്ങൾ 40 വർഷത്തേക്ക് ക്രമീകരിച്ച ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവല്ലേ? നോഹയുടെ കാലത്ത് മനുഷ്യൻ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയപ്പോൾ 40 രാവും 40 രാവും മഴ പെയ്യിച്ച് ലോകത്തെ വിശുദ്ധീകരിച്ച ദൈവം പ്രളയത്തിലൂടെയല്ല, മറിച്ച് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമാകുന്ന സ്നേഹം കൊണ്ട് എല്ലാ ദിവസവും 40 വർഷക്കാലം ഈ ലോകത്തെ ഒരുക്കുകയാണ് ഒരു വലിയ ദൈവീക ഇടപെടലിനു വേണ്ടി. മെജ്ജുകരി സന്ദേശങ്ങൾ നിസ്സാരമായി കരുതരുത്. സഹോദരങ്ങളെ, വീണ്ടും സംഗീത പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുലിഖിതം വലിയൊരു ദൈവീക ഇടപെടലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നത് വരെ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിയുവാൻ ഇടയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നത് വരെ 40 വർഷക്കാലം
മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയുവാൻ ദൈവം ഇടവരുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിൻ്റെ അവസ്ഥ ഇന്ന് അന്നത്തെ ഇസ്രായേൽക്കാരുടെ അവസ്ഥ ഒരുപാട് വ്യത്യസ്തമൊന്നുമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കുന്ന ജനസമൂഹം ലോകത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് 40 വർഷക്കാലം മരുഭൂമിയിലൂടെ കടത്തിവിട്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജനം നിശേഷം ഇല്ലാതാകുന്നതുവരെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയെങ്കിൽ കരുണാമയനായ കർത്താവ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം നശിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യതയിൽ 40 വർഷക്കാലം പരിശുദ്ധ അമ്മയെ മെജ്ജൂരിലേക്ക് അയച്ച് മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാ, വിളിക്കുകയാ. അത് നാശത്തിലേക്കല്ല, മറിച്ച് രക്ഷയിലേക്കുള്ള വിളിയാണ്. 40 വർഷക്കാലം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം മെജ്ജൂരിയിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ക്രമീകരിച്ചുവെങ്കിൽ ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. നമുക്ക് പലർക്കും ഈ സ്വർഗീയ ഇടപെടലിനെ കുറിച്ച് അറിയില്ല, ഒരുപക്ഷെ അറിയാൻ താല്പര്യമില്ല. പരിശുദ്ധ അമ്മയുടെ മെജ്ജൂരി സന്ദേശങ്ങൾ ഓരോന്നോരോന്നും എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുമ്പോൾ ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് പരിഹാസത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ പലരും ഇന്ന് ആഗ്രഹിക്കുന്നു. കാരണം മെജ്ജൂരി സന്ദേശം വ്യക്തിപരമായ മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ്. അധിക നാളുകളില്ല. ആയതിനാൽ പ്രാർത്ഥിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ഈ കൃപയുടെ കാലത്ത് നാം മാറേണ്ടിയിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുമ്പോൾ, അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പർശിക്കുമ്പോൾ, അത് എന്നിലൊരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ, ഇതൊക്കെ മിഥ്യയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ചിന്തിച്ച് പിന്മാറിയാൽ എളുപ്പമായി അത് അപകടകരമാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ മെജ്ജൂരിയിലെ ഇടപെടലുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 40 വർഷക്കാലം ദൈവത്തിനെതിരെ നിലകൊണ്ട ഇസ്രായേൽ ജനം നശിക്കുന്നത് വരെ ദൈവം മരുഭൂമിയിൽ കടത്തിവിട്ടുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടം നാശത്തിലേക്കല്ല ദൈവം വിളിക്കുന്നത്, രക്ഷയിലേക്കാണ്. അതുകൊണ്ടാണ് മെജ്ജൂരി സന്ദേശങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം തിരുലിഖിതങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. ഇനി 5-ാം വചനം, നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യോന പ്രവാചന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം തിരുലിഖിതങ്ങൾ. അവൻ ഒരു ദിവസം വഴി നടന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവകോപം നിനവയിലെ ജനങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കുവാൻ, അവരൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച ദൈവം അവരുടെ തിന്മ വിളിച്ചു വരുത്തിയ ശിക്ഷ അവരുടെ മേൽ പതിക്കാതിരിക്കുവാൻ ഒരു പ്രവാചകനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാ, യോനാ പ്രവാചകൻ. ദൈവത്തിന് യോനാ പ്രവാചകൻ അയക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ദൈവത്തിന് അവരുടെ പാപത്തിൻ്റെ ശിക്ഷ അങ്ങ് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ഒരു പ്രവാചകനെ അയച്ച് മാനസാന്തരത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുത്ത് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ അവസരം ജനങ്ങൾക്ക് നൽകുകയാണ്.
യോനാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസങ്ങൾക്ക് ശേഷം നിനവെ നശിപ്പിക്കപ്പെടും. യോനാ പ്രവാചകന്റെ ഈ വാക്കുകൾ നിനവെ നിവാസികളെ സ്പർശിച്ചു. 40 ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിക്കപ്പെടേണ്ട ജനസമൂഹം ഒന്നു ചേർന്ന് ഉപവാസം പ്രഖ്യാപിച്ചു. അവർ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വന്നു. ദൈവ കോപം അവരിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജുഗൊരിയിലും പരിശുദ്ധി അമ്മ നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ്, മാനസാന്തരത്തിൻ്റെ സന്ദേശം. 40 വർഷക്കാലം പരിശുദ്ധിയമ്മ സന്ദേശങ്ങൾ നൽകിയിട്ട് ഈ സന്ദേശം ഗൗരവമായി എടുത്ത് മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന ജനങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൽ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ മഹത്വം അവർ ദർശിക്കും. വീണ്ടും സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപ് കർത്താവ് വലിയൊരു ദൗത്യം ഈ ലോകത്ത് ആരംഭിക്കുന്നതിന് മുൻപ് മരുഭൂമിയിൽ പ്രാർത്ഥനയിൽ 40 ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന് 4-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. യേശു ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ 40 ദിവസം ഉപവസിച്ചു. എന്തിനു വേണ്ടി? ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ആരംഭത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി, തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, ആ പിശാചിൻ്റെ തല തകർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തി ലഭിക്കുവാൻ 40 ദിവസമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, 40 എന്ന സംഖ്യ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ്. 40 വർഷം 40 ദിവസമൊക്കെ ദൈവീക ഇടപെടലുകൾ നമുക്ക് പറഞ്ഞു തരുന്ന നിമിഷങ്ങളാണ്. ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗൊരിയിലെ സന്ദേശങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ അമ്മയുടെ 40 വർഷക്കാലത്തെ മെജ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടൽ എന്തോ ഒരു ദൈവീക ഇടപെടലിലേക്കാണ് കൈ ചൂണ്ടുന്നത്. ഈ 40 വർഷക്കാലം പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കുന്നത് ഒരു ദൈവാനുഭവത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കും ഞാൻ ലോകാവസാനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന്. ഇത് ലോകാവസാനത്തെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ദൈവാനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തെ അഭിമുഖം ദർശിക്കുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു ദൈവാനുഭവം, ഒരു ദൈവീക ഇടപെടൽ ഈ ലോകത്ത് ഉണ്ടാകുവാൻ പോകുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയ്ക്ക് അത് അനുഗ്രഹമായി മാറും. ദൈവനിഷേധികൾക്ക് അത് ശിക്ഷയായി മാറും എന്നുള്ള തിരിച്ചറിവാണ് മെജ്ജുഗൊരിയിലൂടെ നമുക്ക് ലഭിക്കുക. അതിന് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഈ ഇടപെടലിൻ്റെ സമയം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും നിമിഷമായി മാറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഇനി 40 വർഷക്കാലം പരിശുദ്ധയമ്മ നേരിട്ട് വന്ന് പഠിപ്പിച്ചിട്ടും പഠിക്കാതെയും പറഞ്ഞു തന്നിട്ടത് കേൾക്കാതെയും
വിളിച്ചിട്ട് മറുതലിച്ചു നിന്നും ദൈവനിഷേധികളുടെ എണ്ണത്തിൽ കൂടപ്പെടുന്ന വിമർശകരാണ് നമ്മളെങ്കിൽ ഒരുപക്ഷെ ആ ദൈവിക ഇടപെടൽ ഒരു ശിക്ഷയായി നമുക്ക് അനുഭവിക്കേണ്ടി വരാം എന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടി മെഡ്ജുഗരിയിൽ നിന്ന് ലഭിക്കുകയാണ്. അതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 40 എന്ന സംഖ്യയ്ക്ക് വിശുദ്ധ ലിഖിതം നൽകിയിരിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ 40 വർഷക്കാലത്തെ മെഡ്ജുഗരിയിലെ പ്രത്യക്ഷപ്പെടലുകൾ എത്രമാത്രം ഗൗരവമേറിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവാനുഭവത്തിന് വേണ്ടി, ദൈവിക ഇടപെടലിന് വേണ്ടി മെഡ്ജുഗരി സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും ഒരുങ്ങാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ 40 വർഷക്കാലത്തെ അമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയോട് ചേർന്ന് ഒരു നവ ദൈവാനുഭവത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.